ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും കൊടുത്തിരിക്കുന്നത് വയനാട്ടിലുണ്ടായ അതിതീവ്ര ദുരന്തത്തിനെ പരാമർശിച്ചുകൊണ്ടാണ്. നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ തന്നെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാടിനെ കേന്ദ്രം അവഗണിക്കുകയാണ്, കേരളത്തെ അവഗണിക്കുകയാണ്, വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല, വയനാടിന് വേണ്ട അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേന്ദ്രം സംബന്ധിച്ചു വയനാട്ടിലുണ്ടായത് അതിതീവ്ര ദുരന്തം. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാർ അമിത്ഷായെ കാണും. അപ്പം വയനാട്ടിൽ 100ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള 23 എംപിമാർ അമിത്ഷായെ നേരിൽ കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. എത്ര തുക ലഭിക്കുമെന്ന് വ്യക്തമാക്കില്ല. അപ്പം പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി ആദ്യം തന്നെ ശബ്ദമുയർത്തുന്നത് വയനാട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും, അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള വയനാട്ടുകാർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി ആദ്യം പറയുന്നത്, പ്രിയങ്ക ഗാന്ധി തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പോലും പറഞ്ഞത് ഇതായിരുന്നു. അപ്പം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ 23 എംപിമാരാണ് അമിത്ഷായെ നേരിൽ കണ്ടത്. അപ്പോൾ ആ സമയത്താണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ, രൺധീർ സുർജേവാല എന്നിവരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിതീവ്ര ദുരന്തമായാൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അധിക സാമ്പത്തിക സഹായത്തിന് മാത്രമാണ് അർഹതയെന്ന് നിത്യാനന്ദ റായ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, ഹൈബി ഈഡൻ, ബെന്നി ബെഹ്റാൻ, ഡീൻ കുര്യാക്കോസ്, അടൂർ പ്രകാശ്, ആന്റണി, MK രാഘവൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ബെന്നി മെത്തർ, ED മുഹമ്മദ് ബഷീർ, അബ്ദു സമദാനി, PV അൻവർ, അങ്ങനെ ഒരുപാട് അത്രയും അപ്പോൾ 23 എംപിമാരാണ് പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അപ്പം പ്രിയങ്കയ്ക്കൊപ്പം 23 എംപിമാരും ചേർന്ന് അമിത്ഷായെ കണ്ടു. അപ്പം 2219 കോടി ലഭിക്കില്ലെന്നും പറയുന്നത്. അപ്പോൾ കേരളം അത്രയും ആണ് ആവശ്യപ്പെട്ടത്. അപ്പം NDRFിൽ നിന്നും SDRFിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കില്ലെന്ന് സഹമന്ത്രി നിത്യാനന്ദ റായ് വിശദീകരിച്ചു. ദുരിതാശ്വാസത്തിനുള്ള ധനസഹായം മാത്രമാണ് നൽകുന്നത്. അപ്പോൾ നഷ്ടപരിഹാരം അടക്കം 2219.033 കോടി സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മറുപടി. ആവശ്യപ്പെട്ട തുക ലഭിക്കില്ലെന്നാണ് നിലവിലെ സൂചന. അപ്പം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള 36 കോടി രൂപയടക്കം NDRFിന് കീഴിൽ 214.68 കോടി രൂപയ്ക്ക് താൽക്കാലിക സഹായം സംസ്ഥാനം തേടിയിരുന്നു. എന്നാൽ 153.47 കോടി രൂപയാണ് അന്ന് അനുവദിച്ചത്. അത് ഈ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. അപ്പം സംസ്ഥാനം ആവശ്യപ്പെട്ട തുക ലഭിക്കില്ല, പക്ഷെ താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടും. അപ്പം ഇതിനെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, ദുരന്തബാധിതർ സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. കേന്ദ്രം ഒന്നും ചെയ്യാതിരിക്കുന്നത് രാജ്യത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. എത്രയും പെട്ടെന്ന് ധനസഹായം അനുവദിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണെങ്കിലും താൽക്കാലികമായിട്ടല്ല, അവർക്ക് എന്തായാലും അർഹതപ്പെട്ടത് കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഔദാര്യമായിട്ടല്ല ചോദിക്കുന്നത്, ഒരു കേന്ദ്രത്തിൻ്റെ അവകാശം തന്നെയാണ് ഇത്രയും. പിന്നെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, ലെവൽ 3 ദുരന്തം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വയനാട്ടുകാർക്ക് അർഹതപ്പെട്ടത് തന്നെ കൊടുക്കണം. അതെ, ഒന്നും ഇല്ലാതെ നഷ്ടപ്പെട്ടവരാണ് എല്ലാം. അതെ, ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പം ജീവിക്കുന്നവരുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ഒന്നും ബാക്കി വെക്കാനില്ലാത്ത ബന്ധുക്കളും ഉറ്റവരും എല്ലാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇനിയെങ്കിലും അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു പ്രിയങ്ക ഗാന്ധി. അവിടെ വയനാട്ടിൽ വിജയിച്ച സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, വയനാടിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തും. ഞാൻ വയനാട്ടുകാരുടെ എന്താണോ അവർക്ക് പറയാനുള്ളത് അതായിരിക്കും ഇനി പ്രിയങ്ക ഗാന്ധിക്ക് ഉള്ളിൽ നിന്ന് വരുന്നത് എന്നൊക്കെ പരാമർശിച്ചിരുന്നു ഈ വിജയത്തിന് ശേഷം. അപ്പം നല്ല നല്ല തീരുമാനങ്ങൾ. അതെ, ഇപ്പം എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി എത്തിയതിനു ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എംപിമാരെല്ലാം അമിത്ഷായെ കണ്ടത്. അപ്പോഴാണ് ഈ കാര്യം അറിയിച്ചത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്താണെങ്കിലും നടപടി വയനാട്ടുകാരുടെ കൂടെ നിൽക്കും എന്നുള്ളതിനൊരു തെളിവാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഒരുപാട് തവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടുകാർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്ന്. അപ്പം പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്താണെങ്കിലും അത് നടക്കുകയാണെങ്കിൽ വയനാട്ടുകാർക്ക് സത്യം. കാരണം അവർ ഒരുപാട് പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം
ആ ഒരു വീടും സ്ഥലമേ ഇല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പോയി, അവരുടെ റിലേറ്റീവ്സും ബന്ധുക്കളും എല്ലാവരും അവർക്ക് നഷ്ടമായി. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ അതിജീവിപ്പിക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർക്ക് എന്താണേലും ആവശ്യമായിട്ടുള്ളത് കൊടുക്കുക.